ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിയാമിസ് ആണ്. സോ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് പബ്ലിക് എക്സാമിലേക്ക് ഇനി എല്ലാവരും നോക്കിയിരിക്കുമായിരിക്കും. വളരെ കുറച്ച് ദിവസങ്ങളല്ല, മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓരോ സബ്ജക്റ്റും നല്ല അടിപൊളിയായിട്ട് പഠിക്കണം, അടിപൊളി മാർക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരിക്കും. ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം, അതെങ്ങനെയാണ് വരിക അല്ലെ, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും. പക്ഷേ ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം അത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? എങ്ങനെ എഴുതണം, എത്ര പേജ് എഴുതണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? സോ അതാണ് മിസ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഹൗ ടു അറ്റംപ്റ്റ് എ 8 മാർക്ക് ക്വസ്റ്റ്യൻ. ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം? പ്രസന്റേഷനോ ഡേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഡയഗ്രം വരച്ച് വെച്ചാൽ നമുക്ക് 8 മാർക്ക് കിട്ടും. പക്ഷെ അങ്ങനെയാണോ തിയറി പേപ്പർ? അല്ല. തിയറിയിലേക്ക് വരുമ്പോഴത്തേക്കും പോവർട്ടിന്നോ എൻവയോൺമെന്റിന്നോ LPG-ന്നോ ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്. സോ മിസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് മിസ് 8 മാർക്കിന് ചോദിച്ചു ഒരുപാട് പേജുകൾ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ അതല്ല, പേജുകളല്ല, ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി ആണ് പ്രധാനം, കണ്ടന്റുകളാണ് പ്രധാനം അല്ലെ. എന്ത് എഴുതുന്നു എന്നുള്ളതാണ്, എത്ര എഴുതുന്നു എന്നുള്ളതല്ല, എന്ത് എഴുതുന്നു എന്നുള്ളതാണ്. സോ മിസ് റിയൽ ലൈഫിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു 8 മാർക്കിന് ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ആദ്യം തന്നെ ചോയ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു ചോദ്യം തിരഞ്ഞെടുക്കുക. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ എ പാർട്ട് മാത്രം അറിയാം, ബി പാർട്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ ക്വസ്റ്റ്യൻ തന്നെ അറ്റംപ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാതെ എ പാർട്ടും ബി പാർട്ടും നല്ല അടിപൊളിയായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? അറ്റംപ്റ്റ് ചെയ്ത് വെക്കുക. ഇനി 8 മാർക്കിന് ചോദ്യം ആണ് നിങ്ങൾ ആദ്യം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇഷ്ടമുള്ളത് അങ്ങനെ എഴുതാം കേട്ടോ. വെയിറ്റേജ് കൂടിയ ചോദ്യങ്ങൾ ആദ്യം എഴുതി തീർക്കുന്ന ആൾക്കാരുണ്ടാവും, കാരണം അവസാനത്തേക്ക് സമയം കിട്ടില്ലെന്ന് വെച്ചിട്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഒരു നോക്കിയാൽ കപ്പാസിറ്റി നോക്കി നിങ്ങൾ അങ്ങനെ എഴുതി വെക്കുക. സോ 8 മാർക്കിന് ചോദ്യം, ഇഷ്ടമുള്ളൊരു ചോദ്യം, അറിയാവുന്ന നല്ല അടിപൊളിയായിട്ട് പഠിച്ച ചോദ്യം നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതി വെക്കുക. പ്രസന്റേഷൻ ഓഫ് ഡേറ്റ് ആണെങ്കിൽ മക്കളോട് ഞാൻ പറയുന്ന ഒരു കാര്യം, കാൽക്കുലേഷൻ ആണെങ്കിൽ നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്തോളൂ. കാരണം തിയറി എഴുതുന്നതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് കാൽക്കുലേഷനും ഗ്രാഫ് സൈഡും അല്ലെ. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. മിസ് എന്ന് പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ LPG എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. എത്ര എഴുതണം, എത്രത്തോളം 8 മാർക്കിന് എഴുതണം എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, അനലൈസ് ദി ലിബറലൈസേഷൻ പോളിസി മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് എ പാർട്ട് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. പുതിയ സാമ്പത്തിക നിയമം വന്നപ്പോൾ ലിബറലൈസേഷൻ കൊണ്ടുവന്നു, അതിന്റെ പോളിസി മെഷേഴ്സ് അനലൈസ് ചെയ്യുക അല്ലെ, വിശദീകരിക്കുക എന്നൊക്കെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം മനസ്സിലായി, ലിബറലൈസേഷനെ പറ്റിയാണ് എഴുതേണ്ടത്, 8 മാർക്കിന് എഴുതേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതേണ്ടത് ലിബറലൈസേഷന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താ എഴുതുക? ലിബറലൈസേഷൻ എന്താണെന്ന് എഴുതി വെക്കുക. അതിന്റെ ഡെഫിനിഷൻ മക്കൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. സോ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലനേഷൻ അല്ല നോക്കുന്നത്, എങ്ങനെ എഴുതണം എന്നാണ് കേട്ടോ. സോ ലിബറലൈസേഷൻ എന്താ? റെസ്ട്രിക്ഷൻസ് ഒക്കെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ പോളിസിയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. ന്യൂ എക്കണോമിക് പോളിസി 1991 വന്നപ്പോൾ അതിന്റെ ഒരു പാർട്ടായിരുന്നു ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലിബറലൈസേഷനകത്ത് എന്തൊക്കെ പോയിന്റുകൾ ഉണ്ട്, അത് പോയിന്റ് വൈസ് തന്നെ ആദ്യമേ എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ആദ്യം തന്നെ എത്ര പോയിന്റ് ഉണ്ട്? 5 പോയിന്റ് ഉണ്ട്. സോ ആദ്യമേ തന്നെ ഡെഫിനിഷൻ എഴുതിയതിനു ശേഷം രണ്ടാമത് ലിബറലൈസേഷൻ കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് 5 പോയിന്റുകൾ എഴുതി വെക്കുക. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് 5 പോയിന്റുകൾ നമ്മൾ എഴുതി വെച്ചു. ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ് ഉണ്ട്, ഫിനാൻഷ്യൽ സെക്ടർ ഉണ്ട്, ടാക്സ് റിഫോംസ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് ഉണ്ട്, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ് ഉണ്ട്. ഇത് എഴുതിയതിനു ശേഷം ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാ? ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പോവാ. ആദ്യമേയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ, അതിന് വേറൊരു പേരുണ്ട് ഡീറെഗുലേഷൻ. അതിനകത്ത് കൃത്യം വരുന്ന പോയിന്റ്സുകളെല്ലാം മക്കൾ പോയിന്റ് വൈസ് അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് എഴുതിക്കോളൂ. പോയിന്റ് എഴുതണ്ട, പാരഗ്രാഫ് വൈസിന് കൃത്യമായിട്ട് എഴുതി അവിടെ നിർത്തുക. രണ്ടാമത്തെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? RBI എന്തായി? റെഗുലേറ്ററിൽ നിന്നൊരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറി. CLR-ഉം SLR-ഉം റേറ്റ് കുറച്ചു. പുതിയ ലൈഫ് ഇൻഷുറൻസും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിൽ മക്കൾ പഠിച്ചിട്ടുള്ള കാര്യം പാരഗ്രാഫ് വൈസ് എഴുതി. സോ ഫസ്റ്റ് ഡെഫിനിഷൻ എഴുതി, പിന്നെ എന്തൊക്കെ പോയിന്റുകളാണ് ആ പോയിന്റ് എഴുതി. ഫസ്റ്റ് പോയിന്റ് ഒരു പാരഗ്രാഫ്, സെക്കൻഡ് പോയിന്റ് ഒരു പാരഗ്രാഫ്. ഒരുപാട് എഴുതാൻ നിൽക്കരുത്, സമയമില്ല, അത് ആലോചിക്കുക. അതിനുശേഷം അടുത്തത്, ഇത് വളരെ കുറച്ച് കാര്യങ്ങളുള്ള ടാക്സിൽ അത് എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസും, അതും ഒരു ചെറിയ പാരഗ്രാഫായിട്ട് എഴുതുക. അതിനുശേഷം ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റിഫോംസ്. ഇത്രയും എഴുതിയിട്ട് ചെറിയൊരു കൺക്ലൂഷൻ എന്താ എഴുതുക? ദീസ് ആർ ദ പോളിസി മെഷേഴ്സ് ഇനിഷ്യേറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ പോളിസി ഇൻ ന്യൂ എക്കണോമിക് പോളിസി. പോരെ? അല്ലെങ്കിൽ ലിബറലൈസേഷൻ ന്യൂ എക്കണോമിക് പോളിസി. ഇഷ്ടമുള്ളൊരു കൺക്ലൂഡിങ് പോയിന്റും കൂടെ എഴുതി വെക്കുക. അല്ലാതെ വാലും തലയില്ലാതെ എഴുതാൻ നിൽക്കരുത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, അത് കഴിഞ്ഞ് ഓരോ പോയിന്റ് ലിസ്റ്റ്, പിന്നെ ലിസ്റ്റ് എന്ത് ചെയ്യുക? ഇലാബറേറ്റ് ചെയ്യുക. ലാസ്റ്റ് ചെറിയൊരു കൺക്ലൂഷനും കൂടെ എഴുതുക. എന്ത് കഴിഞ്ഞു? 8 മാർക്കിൻ്റെ ഒരു ചോദ്യം കഴിഞ്ഞു. സോ ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ 8 മാർക്ക് കിട്ടും. പിന്നെ മക്കൾക്ക് ഓരോ പാരഗ്രാഫ് എഴുതുമ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ. ഇപ്പം റെഡ്യൂസ്ഡ് പേഴ്സണൽ ടാക്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്ത് എഴുതാൻ നിൽക്കുക. അതായത് പേപ്പർ നോക്കുന്ന ഒരാൾ വേഗം
പേപ്പർ നോക്കുമ്പോൾ ഈ അണ്ടർലൈൻഡ് പോർഷൻസ് ആയിരിക്കും ആദ്യം കാണുന്നത് എന്നും പറഞ്ഞ് എല്ലാം അടിവരെ ഇട്ട് വെക്കരുത്. പ്രധാനപ്പെട്ട വർഷങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഇപ്പം നമ്പേഴ്സ്, ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇത്ര ശതമാനം കൂടി. അപ്പം നമ്മൾ കറക്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട് 33% കൂടിയത്. എന്തൊരു എക്സാമ്പിൾ പറയാണ് കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം 33% കൂടി എന്നുള്ളത് അടിവരെ ഇട്ട് വെച്ചാൽ പേപ്പർ നോക്കുന്ന ആൾക്ക് നേരെ കാണാൻ പറ്റും. അപ്പോൾ എന്ത് മനസ്സിലായി, ഈ കുട്ടിക്ക് കണ്ടന്റ് അറിയാം, ഈ കുട്ടിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായി എന്നുള്ളൊരു കാര്യം പേപ്പർ നോക്കുന്ന ആൾക്ക് വേഗം കത്തും അല്ലേ. സോ അങ്ങനെ കണ്ടന്റ് റിച്ച് ആക്കി എഴുതുക, കൃത്യമായിട്ട് പഠിച്ചെഴുതുക അല്ലേ. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് എഴുതി അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ വെച്ചിട്ട് എൻ്റെ മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് എന്ത് പഠിക്കുക, എല്ലാ സബ്ജക്റ്റും പഠിക്കുക, എല്ലാ ചാപ്റ്ററുകളും പഠിക്കുക. സോ എക്കണോമിക്സിൽ നിന്നും ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണ് മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഷ്യൂർ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് എത്തുന്നുണ്ട്. 7 മണിക്കാണ്. അപ്പം നമ്മൾ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ഷ്യൂർ ക്വസ്റ്റ്യൻസ്, എക്സാമിന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എല്ലാ മക്കളും കൃത്യം 7 മണിക്ക് ലെവലിലേക്ക് എത്തിച്ചേരുക. സോ സീ യു ഓൾ ദെയർ.